ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഒപ്റ്റിക്സിൻ്റെ പാർട്ട് 4 ആണ്. അതിൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. ദ ഫിനോമിനോൺ വിച്ച് ഒക്കേഴ്സ് വെൻ ദ ലൈറ്റ് റേസ് ട്രാവൽ ഫ്രം എ മോർ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു ലെസ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. അപ്പോൾ ടോട്ടൽ നമ്മൾ റിഫ്ലക്ഷൻ എന്താ, റിഫ്രാക്ഷൻ എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് എടുക്കാൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ദ ഫിനോമിന വിച്ച് ഒക്കേഴ്സ് വെൻ ദ ലൈറ്റ് റേസ് ട്രാവൽ ഫ്രം എ മോർ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ ലെസ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻ. എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് വാട്ടർ ടു ദാറ്റ് ഓഫ് എയർ. ദാറ്റ് മീൻസ് നമുക്കറിയാം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയമാണ് വാട്ടർ കമ്പയർഡ് ടു എയർ. സോ ലൈറ്റ് റേ വിൽ റിഫ്രാക്റ്റഡ് അറ്റ് ദ ജംഗ്ഷൻ സെപ്പറേറ്റിംഗ് ദ ടു മീഡിയ. Since it passes from a medium of a higher refractive index to that having a lower refractive index, the refracted light ray bends away from the normal. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിൽ പോകുമ്പോൾ ദ റിഫ്രാക്റ്റഡ് റേ ലൈറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ ആണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അറ്റ് എ സ്പെസിഫിക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് the incident ray of light is refracted in such a way that it passes along the surface of water. ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് ഒരു സ്പെസിഫിക് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റ് ഈസ് റിഫ്രാക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് പാസസ് അലോങ് ദ സർഫസ് ഓഫ് വാട്ടർ. അപ്പോൾ ഒരു ബോർഡർ ഉണ്ടായിരിക്കും, വാട്ടർ എയർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ദാറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിലാണെങ്കിലാണ് ഇൻസിഡൻറ്റ് റേ പതിക്കുന്നതെങ്കിൽ എന്താണ്, അതിൻ്റെ സർഫസിൽ കൂടെ ദ റേ പാസസ് അലോങ് ദ സർഫസ് ഓഫ് വാട്ടർ. ആ ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഹിയർ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. അങ്ങനെ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ദ ഇൻസിഡൻറ്റ് റേ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ മീഡിയം. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ്. ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ആ റേ ആ മീഡിയത്തിലേക്ക് തന്നെ ഫുള്ളി റിഫ്ലക്റ്റ് ചെയ്യും. ആ ഫിനോമിനേന്ന് പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ടോട്ടൽ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ രണ്ട് കണ്ടീഷനുണ്ട്. ദ ലൈറ്റ് റേ മൂവ്സ് ഫ്രം എ മോർ ഡെൻസ് മീഡിയം ടു ലെസ് ഡെൻസ് മീഡിയം. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലെസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്യണം. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഫസ്റ്റ് നോക്കിക്കേ, ഇത് വാട്ടർ, ഒരു ഡെൻസർ മീഡിയം, ഇത് എയർ. ഇതാണ് ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലെസ്സർ ഡെൻസ് ആയിട്ടുള്ള മീഡിയത്തിലോട്ട് പോവുകയാണ്, അതായത് വാട്ടർ ടു എയർ. അപ്പോൾ ഇൻസിഡൻറ്റ് റേ ഫസ്റ്റ് കേസിൽ അത് റിഫ്രാക്റ്റ് ചെയ്തു പോകും. ഇനി ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറവുള്ള കേസാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറവുള്ള കേസ്, അത് അറ്റ് ക്രിട്ടിക്കൽ ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഗിൾ. ഈ കേസിൽ നമ്മൾ പറഞ്ഞു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ആ സർഫസിൽ കൂടെ റിഫ്രാക്റ്റ് ചെയ്തു പോകും, അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിലാകുമ്പോൾ ഇൻസിഡൻറ്റ് റേ പാസസ് ത്രൂ ദ സർഫസ് ഓഫ് ദ വാട്ടർ സർഫ്. ഓക്കെ, ഇനി എന്താണ്, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് മൊത്തം ഇങ്ങോട്ട് പോകുന്ന റേ ആ മീഡിയത്തിലേക്ക് തന്നെ പതിക്കുന്നതിന് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയും, അല്ലേ? വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെ റിഫ്രാക്റ്റഡ് എന്ന് പറയും. ഈ ക്രിട്ടിക്കൽ ആംഗിളാണെങ്കിൽ സർഫസിൽ കൂടെ റിഫ്രാക്റ്റ് ചെയ്യും. ഇനി എന്താണ്, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ്, റിഫ്ലക്റ്റഡ് ടു ദ സെയിം സർഫസ് ആയിരിക്കും, അല്ലേ? അതാണ് ഈ ഫിഗർ. ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് മനസ്സിലാവും. ഈ മൂന്നാമത്തെ ഫിഗറാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ സെക്കൻഡ് ഫിഗർ പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് n1/n2 = sin θ1 / sin θ2. ഓക്കെ, θ1 ഇൻസിഡൻറ്റ് ആംഗിളാണ്, θ1. θ2 എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന ആംഗിളാണ്. ഓക്കെ, അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീഡിയത്തിൻ്റെയാണ്, n2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിൻ്റെയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ n1/n2 ഈസ് = sin θ1 / sin θ2 ആണ്. ഓക്കെ, sin θ1 / sin θ2.
θ1 is the angle of incidence, θ2 is the angle of refraction, n1 is the എന്താണ് നമ്മൾ പറഞ്ഞ ഡെൻസർ മീഡിയത്തിൻ്റെ ഇത്, n2 is the റെയറർ മീഡിയത്തിൻ്റെ, ഓക്കെ, റെയറർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. അപ്പോൾ n1/n2 ഈസ് ഈക്വൽ ടു സൈൻ θ1/സൈൻ θ2. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. n1/n2 ഈക്വൽ ടു സൈൻ θ1/സൈൻ θ2. ഓരോ ടേമും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നു. ഓക്കെ, n1 എന്താണ്, n2 എന്താണ്, അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻസൈഡ് ദ മീഡിയം സ്റ്റിൽ ക്യാൻ ബി പോസിബിൾ. അതായത് എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ നടക്കാനുള്ള മാക്സിമം ആംഗിളാണ്. നമുക്കറിയാം അറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ റിഫ്രാക്ഷൻ ആ സർഫസിൽ കൂടെ നടക്കും, എങ്കിലും നമ്മളത് റിഫ്രാക്ഷൻ എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ആ സർഫസിൽ കൂടെ റിഫ്രാക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ക്രിട്ടിക്കൽ ആംഗിൾ ദെയർ ഫോർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വെൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി ആൻഡ് ദ റേ വിച്ച് ഈസ് റിഫ്രാക്റ്റഡ് ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷന് എന്താണ്, ഈ ഇക്വേഷനിൽ സൈൻ θ2 എന്താണ്, സൈൻ θ2 എന്ത് വരും? സൈൻ θ2 90 വരുമ്പോൾ സൈൻ 91 വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് വരും? n1/n2 ഈസ് സൈൻ θ1, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമുക്ക് ഇതിനെ ക്രിട്ടിക്കൽ ആംഗിൾ θ1 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് n2/n1. θc is the critical angle, n1 is the denser medium, n2 is the rarer medium. Okay, θ1 is the angle of incidence, θ2 is the angle of refraction. Okay, sin inverse of n2/n1 ആണ്. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മൾ അവിടെ 90 ഡിഗ്രി കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഇക്വേഷൻ, സൈൻ ഇൻവേഴ്സ് ഓഫ് n2/n1. ഇനി എക്സാമ്പിൾസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബർ. നമ്മൾ കേട്ടോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നമ്മൾ ടെലിഫോണിലും മോഡത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നടക്കുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഇപ്പോൾ അത് നിങ്ങൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് അതിൽ റേസ് പാസ് ചെയ്യുന്നത്. പിന്നെ ഡയമണ്ട് തിളങ്ങുന്നതിന് കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ മിറേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിക്കേ, ഈ മരുഭൂമിയിലൊക്കെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഒരു നിഴൽ ഇങ്ങോട്ട് അതേപടി കാണിക്കും. അപ്പോൾ അത് എന്താണ്, അത് ഒരു എക്സാമ്പിൾ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ മെയിനായിട്ടുള്ള എക്സാമ്പിൾസ് വരുന്നത് ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്ലാഡിങ്ങും കോറ് 2 പാർട്ടുണ്ട് അതിന്. അപ്പോൾ കോറിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ലോസ് ആയി പോകും, സിഗ്നൽ ലോസ് ആയി പോകും. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് അതിൽ റേസ് എന്താണ് പാസ് ചെയ്യുന്നത്. ഇനി ഡയമണ്ട് തിളങ്ങുന്നതിന് കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളത് ചിലപ്പം ചോദിക്കാം, മിറേജ് അതെല്ലാം നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. ബിക്കോസ് ദ ആംഗിൾ ജനറേറ്റഡ് ബൈ ദ ഇൻകമിംഗ് ബീം ഈസ് ഹയർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കേഴ്സ് വെൻ ഇറ്റ് സ്ട്രൈക്ക് ദ ക്ലാഡിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തെ കവറിംഗ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഹാവ് റിവല്യൂഷൻസ് ദ സ്പീഡ് വിത്ത് വിച്ച് സിഗ്നൽസ് ആർ ക്യാരിഡ് അക്രോസ് ദ സിറ്റീസ്, നേഷൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്, മേക്കിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ വൺ ഓഫ് ദ ക്വിക്കസ്റ്റ് ഫോം ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് നമ്മൾ സിഗ്നൽ ട്രാൻസ്പോർട്ടേഷനാണ് എന്താണ് ടെലിഫോൺ ലൈനിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. മിറേജ് പറഞ്ഞത് തന്നെയാണ്, ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ദാറ്റ് കോസസ് എ വാട്ടർ ലെയർ ടു appear at short distances in the desert or on the road. Total internal reflection which happens as a result of atmospheric refraction is an example of mirage. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ മിറേജ് എന്താണെന്ന് പറഞ്ഞു, അത് നമ്മൾ പറഞ്ഞു ഡിസേർട്ടിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ഇല്യൂഷൻ നമുക്കൊരു ഉള്ളതായിട്ട് തോന്നുന്നതാണ് അല്ലേ. അപ്പോൾ ആ 2 എക്സാമ്പിൾ എന്താണെന്ന് ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കണതാണ്.
അപ്പോൾ എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ വൈഫൈ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് സിഗ്നൽ ലോസ് ആവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഉള്ളിക്കൂടെ സിഗ്നൽസ് പാസ് ചെയ്ത് ഡെസ്റ്റിനേഷനെ എത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു, ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ താങ്ക് യു ഓൾ.